ദൈവസഭയിൽ ദൈവരാജ്യം വന്നാൽ തിയോക്രസിയ. അവിടെ ഭൂരിപക്ഷത്തിന് അഭിപ്രായമല്ല, ദൈവഹിത പ്രകാരം ആരെന്തു പറയുന്നു അതാണ് നടപ്പിലാകേണ്ടത്. ഇവിടെ ഉള്ള നിങ്ങൾ, ഞാൻ ഉദാഹരണം പറയാം. 12 പേരെ ഒറ്റ നോക്കാൻ അയച്ചല്ലോ. 12 പേരിൽ 10 പേരും വന്ന് പറഞ്ഞല്ലോ നടക്കത്തില്ലെന്ന്. 2 പേരെന്തോ പറഞ്ഞു? ദൈവം നമുക്ക് വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ അത് സാധിക്കും. ആമേൻ. ജനമെല്ലാം 10 പേരുടെ കൂടെ നിന്നു. 10 പേരുടെ കൂടെ നിന്നിട്ട് മോശയെ കല്ലെറിയണമെന്ന് പറഞ്ഞില്ലേ? ദൈവം എന്തോ പറഞ്ഞറിയാമോ? ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കും. 2 പേരേ ഉള്ളൂ എന്റെ കൂടെ, നടപ്പിലാക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂത് ഏറ്റെടുത്തു കൊള്ളണം. ദൈവാധിപത്യ സഭയിൽ നടപ്പിലാക്കാൻ നിങ്ങൾ സമർപ്പിച്ചു കൊടുത്താൽ ജനത്തിന്റെ താല്പര്യമല്ല, ദൈവത്തിന്റെ ആഗ്രഹം ദൈവസഭയിൽ ദൈവം നടപ്പിലാക്കും. അതിനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ നന്മ കാണും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ഭവനത്തിൽ ദൈവാധിപത്യം നടപ്പിലാക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവാധിപത്യം നടപ്പിലാക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിമിഷം മുതൽ ഡിവൈൻ ഓർഡർ വരിക. കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചു, നമ്മുടെ ഓർഡർ അല്ല, ദൈവത്തിന്റെ ഓർഡർ വരികയാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ ഓർഡർ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. പല ഭവനങ്ങളിലും കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ദൈവത്തിന്റെ ഓർഡർ ഇല്ലാത്തത് കൊണ്ടാണ്. ദൈവത്തിന്റെ ഓർഡർ കർത്താവ്, ഭർത്താവ്, ഭാര്യ, മക്കളാണ്. ഈ ഓർഡർ തെറ്റിക്കുന്നത് കൊണ്ടാണ് പല ഭവനങ്ങളിലും കുഴഞ്ഞു കിടക്കുന്നത്. ഇതുപോലെ ഏറ്റെടുത്തോണം. ഗൃഹനാഥൻ ദൈവത്തെ ഭയപ്പെടുന്നവനായിരിക്കണം. ആമേൻ. ഭയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടമൃഗത്തെ കാണുമ്പോൾ ഭയപ്പെടുന്ന പോലെയല്ല, ബഹുമാനിക്കുന്നവനായിരിക്കണം. ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് ജീവിതം സമർപ്പിച്ചു കൊടുക്കുന്നവനായിരിക്കണം. ദൈവാധിപത്യം വരാൻ ഭവനത്തിൽ സമർപ്പിക്കാൻ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവാധിപത്യം വരും. ദൈവാധിപത്യം വന്നാൽ വഴങ്ങാത്തതൊക്കെ വഴങ്ങും. ദൈവാധിപത്യം വന്നാൽ ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ ഭവനത്തിലുള്ള എല്ലാവരും സമർപ്പിച്ചു കൊടുക്കും. ദൈ കിങ്ഡം കം എന്ന് പ്രാർത്ഥിച്ചാൽ, സീരിയസ് ആയിട്ട് പ്രാർത്ഥിച്ചാൽ അതിനനുസരിച്ച് ദൈവം വരുത്തും. ആമേൻ. സ്തോത്രം. ഭവനത്തിൽ നന്മയുണ്ടാകും. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ.